ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂട് കാരണം കാശ്മീരോ ലഡാക്കോ ഭൂട്ടാനോ സിക്കിമോ ഒക്കെ ഒന്ന് പോയി വരാൻ ആഗ്രഹിക്കാത്തവർ ആരാണല്ലോ ഉള്ളത്. എന്നാൽ അവിടേക്കൊന്നും പോകണ്ട കേട്ടോ. മഞ്ഞ് പെയ്യുന്ന മറ്റൊരു സ്ഥലം നമ്മുടെ ഇവിടെ മംഗലാപുരത്തുണ്ട്. മംഗലാപുരം സിറ്റിയിലുള്ള സ്നോ ഫാൻറ്റസി എന്ന് പറയുന്ന സ്ഥലമാണ്. കോഴിക്കോട് ഉണ്ട് കേട്ടോ സ്നോ ഫാൻറ്റസി. അവിടെ നേരത്തെ തുടങ്ങിയതാണ്. ഇവിടെ ഈ മംഗലാപുരത്ത് അടുത്ത കാലത്താണ് തുടങ്ങിയത്. ഞങ്ങൾ കാസർഗോഡുകാർക്ക് മംഗലാപുരത്താണ് അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് മംഗലാപുരത്തുള്ള പാണ്ഡേശ്വരം എന്ന സ്ഥലത്തേക്കാണ്. കുറച്ചു നേരം മഞ്ഞ് പെയ്യുന്നതൊക്കെ ആസ്വദിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 3ാമത്തെ നിലയിലാണ് സ്നോ ഫാൻറ്റസി ഉള്ളത്. അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, അതൊരു കുട്ടികളുടെ ഗെയിം കോർണറാണെന്ന്. അങ്ങോട്ട് നോക്കിക്കേ, ഒരു തിരക്ക് കാണുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് നമ്മുടെ സ്ഥലമുള്ളത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഈ ക്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. മുതിർന്നവർക്ക് 530 രൂപയും കുട്ടികൾക്ക് 470 രൂപയാണ് കേട്ടോ അതിൻ്റെ ചാർജ്. ടിക്കറ്റ് എടുക്കാൻ തന്നെ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെയാണ് തിരക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി വീണ്ടും ക്യൂ. അവിടെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ജാക്കറ്റ് വാങ്ങുകയും ഇടുകയും ഷൂടും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതിൻ്റെ ഉള്ളിൽ -10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും റെഡ് ബ്ലാക്ക് കളറിലുള്ള ജാക്കറ്റ്, ബൂട്ട്, സോക്സ്, ഗ്ലൗസ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ സൈസിനനുസരിച്ചാണ് കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവിടെയും വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളെ അകത്ത് കയറ്റി. നമ്മുടെ ചെരുപ്പ് കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ തരും കേട്ടോ. ബാഗോ മറ്റെന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാവേ. അതിലൊരു ടോക്കൺ നമ്പർ വെച്ചിട്ട് അത് മാറ്റി വെക്കും. അതേ ഒരു നമ്പർ തന്നെ നമ്മുടെ കയ്യിലും തരുവേ. തിരിച്ചു വരുമ്പോൾ ആ നമ്പർ കൊടുത്തിട്ട് വേണം ആ കവർ വാങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ജാക്കറ്റും ബൂട്ടും സോക്സൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കേ ഉണ്ടല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. 4 പേര് 4 ഭാഗത്തോട്ടും പോയി. തമ്മിൽ നോക്കി കുറേ സമയം പോയി. കാരണം എല്ലാവരും ഒരേ വേഷമായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. കാരണം അത്രമാത്രം ആളുകളാണ് ഇതിനകത്തോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെ തിരക്ക് അതിനൊരു ഉദാഹരണം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമാകും. കാരണം അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണല്ലോ. ഇങ്ങനെയൊരു മഞ്ഞ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ എന്തായിരിക്കും അനുഭവം, നമ്മളെ പറ്റിക്കും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പൈസ എന്തായാലും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ ഇതിനകത്ത് ചിലവിടാം. പക്ഷേങ്കിൽ 1 മണിക്കൂറിലധികം ഒന്നും നമുക്ക് എന്തായാലും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാരണം -10 ഡിഗ്രി ആണല്ലോ ഉള്ളത്. നല്ല ജീൻസൊക്കെ ഇട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇളയ മോൻ ട്രൗസർ ഇട്ടിട്ടാണ് വന്നത്. അതൊരു വലിയൊരു പണിയായിപ്പോയി. പാവം ഇവിടുന്ന് കോട്ട് മാത്രമല്ലേ കിട്ടുള്ളൂ, പാൻ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് 1 മണിക്കൂറായപ്പോഴത്തേക്കും മോൻ തണുത്തിട്ട് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവന് സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ കഷ്ടിച്ച് 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിന്നിട്ട് പുറത്തിറങ്ങി. എന്നാലും കുറച്ചും കൂടി ആസ്വദിക്കണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും സാരമില്ല. മംഗലാപുരത്തുള്ള ഈ സ്നോ ഫാൻറ്റസി ഞങ്ങൾക്ക് നല്ലൊരു കിടിലൻ അനുഭവമാണ് കേട്ടോ കിട്ടിയത്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു.